ഹലോ എവരി വൺ, ദിശ ആർമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ എൻക്വയറിയെ തുടർന്ന് നമ്മൾ യൂട്യൂബിൽ ഫ്രീ ക്ലാസ്സസ് ആയിട്ട് അഗ്നിവീറിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് അഗ്നി ബാച്ച്. നമ്മുടെ അഗ്നിവീറിനെ തുടർന്നിട്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നമ്മൾ യൂട്യൂബിൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യണം. ഒരുപാട് എൻക്വയറീസ് വന്നതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങളുടെ എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന്. അപ്പോൾ അതിനെ തുടർന്നിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് നിങ്ങൾക്ക് അറിയാമല്ലോ, അഗ്നിവീർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്ന കുഞ്ഞുകുട്ടിയെ നമ്മുടെ ചെറുപ്പത്തിലെ നമുക്ക് ആർമിയിൽ ആംഡ് ഫോഴ്സസിൽ കയറാനുള്ള ഒരു ബെസ്റ്റ് അവസരമാണ്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കാൻ വെച്ചാൽ വളരെ ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് എഫേർട്ടിൻ്റെ ആവശ്യം മാത്രമേ നമുക്ക് അഗ്നിവീറിൽ കയറാൻ വേണ്ടതുള്ളൂ. ബാക്കി SSC RRB എന്ന് പറഞ്ഞൊരു വലിയ കടമ്പയിലെത്താണ്ട് അതിനെപ്പോലെ തന്നെ നിൽക്കുന്ന ഒരു ഒരു സാധനം തന്നെയാണ്. കുഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ആംഡ് ഫോഴ്സസിൽ കയറാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ, അതുപോലെ തന്നെ വീട്ടിലെ സിറ്റുവേഷൻസ് ഒക്കെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി മതി എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്നവർക്കൊക്കെ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഇന്ത്യൻ ആംഡ് ഫോഴ്സസിൽ വരുന്ന എന്തെന്ന് പറയുന്നത് അഗ്നിവീർ എന്ന് പറയുന്നത് അല്ലേ. നിങ്ങളെല്ലാവരും വീറാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു അവസരത്തിനെ പറ്റി പറയാനും അതിൻ്റെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിലിംഗ് എങ്ങനെയായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ തന്നെ 3 മേജർ ഫോഴ്സസ് നമ്മുടെ പ്രൊട്ടക്റ്റ് ചെയ്ത്, നമ്മുടെ ഇന്ത്യയെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന 3 മേജർ ഫോഴ്സസിൻ്റെ അകത്ത് വരുന്ന കുറച്ച് സെർവിങ് ആയിട്ടുള്ള 4 വർഷത്തെ കോൺട്രാക്ട് ബേസിസിലെ ഒരു ജോലി തന്നെയാണ് അല്ലേ. ജോലി വിത്ത് സാലറി ഉള്ള ഒരു ജോബായിട്ടാണ് ഏത് പറയുന്നത്, നമ്മുടെ ഈ പറയുന്ന അഗ്നിവീർ പോസ്റ്റുകൾ എന്ന് പറയുന്നത് കേട്ടോ. അഗ്നിവീർ പോസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ അഗ്നിവീറിൽ 3 ഫീൽഡാണ് ഉള്ളത് അല്ലേ. 3 ഫീൽഡിലേക്ക് നിങ്ങൾക്ക് എന്ത് വരാം, എൻട്രി വരാറുണ്ട് കേട്ടോ. 3 ഫീൽഡിലേക്ക് ഏതാണ്? ഒന്നെന്ന് പറയുന്നത് ആർമി അല്ലേ. ആർമിയിൽ പോകാൻ ഇഷ്ടപ്പെടുന്നവർ കാണും. അതുപോലെ തന്നെ എന്തുണ്ട്, ഇന്ത്യൻ ആർമി ഉണ്ട്, ഇന്ത്യൻ നേവി ഉണ്ട്, അതുപോലെ എയർഫോഴ്സും. അങ്ങനെ വായു, ജല, കരസേന എന്ന് പറയുന്ന ഈ 3 വിഭാഗത്തിലേക്കായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്, പോസ്റ്റിംഗ് വരുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് വർഷത്തിൽ ഈ 3ഉം വിളിക്കാറുണ്ട്. പല പല ഇൻ്റർവെല്ലുകളിൽ ഈ എക്സാം നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്ന ഏതാണ്, നമ്മുടെ നോൺ കോമ്പാറ്റൻറ്റ് ഫീൽഡിലേക്ക് ഇന്ത്യൻ എയർഫോഴ്സിലേക്കാണ് ജോബ് വന്ന് നിൽക്കുന്നത്. ഇതിന് മുന്നേ നേവി വിളിച്ചു കഴിഞ്ഞു, അതിനു മുമ്പേ ആർമി വിളിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു സീസണലായിട്ട് എന്ത് വിളിക്കാറുണ്ട്, ഈ ഒരു അഗ്നിവീർ പോസ്റ്റിംഗ് വിളിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ക്ലാസ്സസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ബേസിക് ലെവലിൽ നിങ്ങളുടെ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ്. ഇപ്പം നിങ്ങളുടെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുള്ള നോൺ കോമ്പാറ്റൻറ്റ് ഫീൽഡിലാണെങ്കിൽ വളരെ ചുരുക്കമായിട്ടുള്ള സിലബസ് പാറ്റേണേ പറഞ്ഞിട്ടുള്ളൂ. ആകെ ഇംഗ്ലീഷും GK മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നോൺ കോമ്പാറ്റൻറ്റ് ഫീൽഡ് ആയതുകൊണ്ട്. കാരണം യുദ്ധത്തിന് നേരെ ഇറങ്ങുന്നില്ലല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള വശത്തേക്ക് ഇറങ്ങാത്തതുകൊണ്ട്, ഓപ്പറേഷണൽ സൈഡിൽ ഇറങ്ങാത്തത് കൊണ്ട് ആണ് എന്ത് പറയണം, കോമ്പാറ്റ് ഫീൽഡിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമായിരുന്നു, നിങ്ങൾക്ക് അത്രയും സിലബസ് കട്ടിയുള്ള സിലബസും അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം അത്രയും ടഫ് ആയിരുന്നേനെ. പക്ഷേ ഇതിപ്പം വിളിച്ചിട്ടുള്ളത് നോൺ കോമ്പാറ്റൻറ്റ് ഫീൽഡ് ആയിട്ടുള്ള നമുക്ക് ഈ കുക്കായിട്ടും അതുപോലെ തന്നെ അവരുടെ പേഴ്സണൽ നമ്മുടെ ഈ പറയുമല്ലോ ഹൗസ് കീപ്പിങ്ങിനൊക്കെ വേണ്ടിയായിട്ട് നിർത്തിക്കുന്ന അങ്ങനത്തെ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് നിങ്ങൾക്ക് വാർ ഫീൽഡിൽ ഇറങ്ങാണ്ട് വീട്ടിലൊക്കെ നിന്ന് ചെയ്യുന്ന അങ്ങനത്തെ ജോലികളാണ് ഇപ്പോൾ എയർഫോഴ്സിൽ നിന്ന് വിളിച്ചിട്ടുള്ളത്. ലേറ്റസ്റ്റ് വന്ന അപ്ഡേറ്റ് അതായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ മുന്നേ വിളിച്ചിട്ടുള്ളത്, അഗ്നിവീറിൽ നിന്ന് വിളിച്ച കാര്യം പറഞ്ഞത്. അപ്പോൾ അതല്ലാണ്ട് ഈ വർഷം തോറും എന്ത് ചെയ്യും, അഗ്നിവീഴ്സിൻ്റെ പല പല പോസ്റ്റിങ്ങിലേക്ക് ജോബ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്തൊക്കെ പോസ്റ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. സെലക്ഷൻ പ്രോസസ്സ് പിന്നെ ഫസ്റ്റ് അറിയുക. എന്താണ് സെലക്ഷൻ പ്രോസസ്സ്? നിങ്ങൾക്ക് അറിയാമല്ലോ, ഡിഫൻസ് എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ വരുമ്പോൾ എന്ത് കാണും, മെയിനായിട്ട് ഒരു എക്സാം, റിട്ടൺ എക്സാമിനേഷൻ കാണും. റിട്ടൺ എക്സാമിനേഷൻ പറഞ്ഞാൽ ചിലതൊക്കെ എന്താണ്, ഓൺലൈൻ എക്സാമിനേഷനാണ് കേട്ടോ. ചിലതൊക്കെ ഓൺലൈൻ എക്സാമിനേഷനാണ്. അത് നമുക്ക് ഓരോ പോസ്റ്റ്, അതായത് ഓരോ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അവയർനെസ് പോലെ എന്താണ് സംഭവം എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഡീറ്റെയിലിംഗ് ഉൾപ്പെടെ ആയിട്ടല്ല പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള കാര്യം, ജനറലി ഉള്ള കാര്യമാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ phase 1 എന്ന് പറഞ്ഞാൽ ഓൺലൈൻ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നതാണ് കേട്ടോ. എല്ലാ പേർക്കും ഒരു എൻട്രൻസ് ടെസ്റ്റ് പോലെ ഒരു ഓൺലൈൻ എക്സാമിനേഷനാണ്. നോർമലി ഓൺലൈൻ എക്സാമിനേഷനാണ് പറയുന്നത്. ചിലപ്പോഴൊക്കെ ഇവർ എന്ത് ചെയ്യുക, ആളുകളുടെ ഇത് കുറവുകൊണ്ട് ചിലതൊക്കെ എന്ത് ചെയ്യുക, റിട്ടൺ എക്സാമിനേഷനായിട്ടും നടത്താറുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പിന്നെ എന്താണ്, ഫിസിക്കൽ ടെസ്റ്റ്. ഡിഫൻസ് പോസ്റ്റ് ആണോ, നിങ്ങൾക്ക് ഫിസിക്കൽ ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാന്നുള്ളതാണ്. ഓട്ടോ ഉണ്ട്, അതുപോലെ സ്കിപ്പിംഗ് ഉണ്ട്, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങൾ വരും. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ പോസ്റ്റിനും വിവിധ തരത്തിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അത് ഓരോ പോസ്റ്റ് വരുമ്പോഴേ പറയാൻ പറ്റും. ജനറലി എന്താ മനസ്സിലാക്കുക, റിട്ടൺ, അതായത് ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ട്, ഫിസിക്കൽ ഉണ്ട്, അത് കഴിഞ്ഞൊരു
കിടിലമായിട്ടുള്ള ഒരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇത് രണ്ടും പാസ്സായി കാണും, പക്ഷെ മെഡിക്കലിലെ ചെറിയ ചെറിയ കുറ്റങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം, നമ്മുടെ ജോലി പോവാം. കാരണം അത്രയും നമുക്ക് സ്ട്രെസ് ആയിട്ടുള്ള ഒരു വർക്കാണല്ലോ ഇപ്പം ഈ ആർമിയിലായാലും നേവിയിലായാലും ഒക്കെ കയറുക എന്ന് പറഞ്ഞത്. അപ്പോൾ അത് അത്രയും ടാസ്ക് ആയിട്ടുള്ള ഒരു ജോലി ആയതുകൊണ്ട് തന്നെ നമ്മുടെ മെഡിക്കൽ ഫിറ്റ്നസ്സും എന്താണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അവർ കരുതുന്നത്. കണ്ണിൻ്റെ പവർ, നമ്മുടെ എന്തെങ്കിലും സർജറീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, നമുക്ക് ഓടാനുള്ള കഴിവുകൾ, അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ, നമ്മുടെ ലെഗിൻ്റെ മസിൽ പവർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർ എന്ത് ചെയ്യാറുണ്ട്, ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്ത ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കുഞ്ഞു ആൾക്കാരാണ് അല്ലേ, കുഞ്ഞു കുട്ടികളൊക്കെയാണ് ഇതിന് വേണ്ടി കയറുന്നത്. ഇതിനെന്ന് പറഞ്ഞാൽ 17.5 വയസ്സ് തൊട്ട്, അതായത് നിങ്ങൾ ഏകദേശം 10 കഴിഞ്ഞു +2 കഴിഞ്ഞ് ഏകദേശം നിൽക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർക്കാണ് ഇതിനുള്ള ഒരു മെയിൻ ചാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഏതാണ് 17.5 വയസ്സിനും 21 വയസ്സിനും ഇടയ്ക്ക്. ഡിഗ്രി ഇപ്പം നമുക്ക് ഡിപ്ലോമയൊക്കെ എടുത്തവർക്ക് കുഴപ്പമില്ല, പക്ഷേ ഡിഗ്രിയൊക്കെ കയറി 3 വർഷം കഴിയുന്നവർക്കല്ല, അല്ലാണ്ടുള്ളവർക്ക്. പിന്നെ എന്താണ്, അൺമാരീഡ് ആയിരിക്കണം, അതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് എന്താണ് ഈ ഒരു സർവീസിങ്ങിൽ ഇരിക്കുന്ന ടൈമിലൊന്നും നമുക്ക് മാരേജ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെന്താ, ഈ ഒരു മാരീഡ് അല്ലാത്തവർ വേണം മെയിനായിട്ട്. ആണുങ്ങൾക്കും ഉണ്ട് പെൺകുട്ടികൾക്കും ഉണ്ട് ജോബ് വിളിക്കാറുണ്ട് കേട്ടോ. മെയിൽ ആൻഡ് ഫീമെയിലിന് നമുക്ക് ജോബ് പോസ്റ്റിംഗ് വരാറുണ്ട്, ചിലതൊക്കെ മെയിലിന് മാത്രമായിട്ടും വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പോസ്റ്റിംഗ് ആണ് വരുന്നത്. 4 വർഷം കമ്പൽസറി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കോൺട്രാക്റ്റ് പരം പോലെയാണ്. സാലറി ഉണ്ട്, ആദ്യത്തെ സാലറി തന്നെ ഏകദേശം ഒരു 21,000 മേലെയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ 30,000 തുടങ്ങി 40,000 അവസാനിക്കുന്ന സാലറി പാക്കേജ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. നോർമലി ഇതാണ് പറയുന്നത്. ഫസ്റ്റ് വർഷം നിങ്ങൾക്ക് 30,000, അടുത്ത വർഷം അതിലൊരു ഇൻക്രിമെന്റ് ഉണ്ടാകുന്നു, പിന്നെ ലാസ്റ്റ് 4 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 40,000 ഒരു കയ്യിലുള്ള ഒരു ഫണ്ടായിട്ട് പറയുന്നത് 40,000 ആയിട്ടാണ് പറയുന്നത്. പിന്നെ എന്താണ്, വർഷത്തിൽ 30 ദിവസമാണ് ലീവ് വരുന്നത്. വർഷത്തിൽ 30 ദിവസം ലീവേ ഉള്ളൂ. പാടാണ്, അറിയാലോ നിങ്ങൾക്ക്. ആംഡ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ അത് അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ലൈഫിൽ ഒരു റിസ്ക് ഫാക്ടറാണ്, ചാലഞ്ചിങ് ഫാക്ടറാണ്. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് അത് മനസ്സിലാക്കി പോകണം. പിന്നെ ഇതറിയാതെ എടുത്ത് ചാടരുത്. ഇതിൻ്റെ റിസ്ക് ഫാക്ടറും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, ഈ ജോലിക്ക് വേണ്ടി ഇറങ്ങി തിരിക്കുക കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞത് 10 മെയിനായിട്ട് പറയുന്നത്. 10ന്റെ ലെവലിലുള്ള എക്സാമിനേഷനും ഉണ്ട്, +2 ലെവൽ എക്സാമിനേഷനും ഉണ്ട്. ടെക്നിക്കൽ വിഭാഗമൊക്കെ ആണെങ്കിൽ +2 ആണ് മെജോറിറ്റി ആയിട്ട് ചോദിക്കുന്നത്. 10 വരുന്ന ട്രേഡ്സ്മെൻ പോസ്റ്റുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറയുക, പിന്നെ നമുക്ക് വരുന്നത് ഇതിൻ്റെ ഓരോ പോസ്റ്റിങ്ങുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ നേവിയിലുണ്ട്, ഇന്ത്യൻ എയർഫോഴ്സിലുണ്ട്, ഇന്ത്യൻ ആംഡ് ഫോഴ്സ് അതായത് ഇന്ത്യൻ ആർമിയിലുണ്ട്. അപ്പോൾ ആ അഗ്നിവീർ വിളിക്കുകയാണെങ്കിൽ അഥവാ ഇപ്പം നിങ്ങൾക്ക് എയർഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷനാണ് വരുന്നതെങ്കിൽ ഏതിലാണ് വരുന്നത്, SSRഉം അതുപോലെ MR വേക്കൻസി. ഇത് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് മുന്നേ വിളിച്ചതാണ്, അതായത് ഈ നേവിയൊക്കെ വരുന്നതിന് മുന്നേ ആയിട്ട് വിളിച്ചതാണ്. നേവി അല്ല, എയർഫോഴ്സ് വരുന്നതിന് മുന്നേ ആയിട്ടാണ് നേവി വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അഗ്നിവീറിൻ്റെ SSR പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സീനിയർ സെക്കൻഡറി റിക്രൂട്ടാണ്. സീനിയർ സെക്കൻഡറി അതായത് +2 പാസ്സായവർക്കുള്ള റിക്രൂട്ട്മെൻറ്റും, അഗ്നിവീർ MR പോസ്റ്റ് എന്ന് പറഞ്ഞാൽ മെട്രിക്കുലേഷൻ പാസ്സായവർക്ക്, മെട്രിക്കുലേഷൻ റിക്രൂട്ട് എന്ന് പറയുന്ന 10ാം ക്ലാസ് പാസ്സായവർക്കുള്ളതാണ്. ഇതെവിടെയാണ് വിളിക്കുന്നത്, ഇന്ത്യൻ നേവിയിൽ വരുന്ന ഫീൽഡുകളാണ്. SSR പോസ്റ്റും അതുപോലെ MR പോസ്റ്റും. ആ 2 പോസ്റ്റിംഗ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അഗ്നിവീർ നേവിയിലേക്ക് സെപ്പറേറ്റ്ലി വിളിക്കുന്നത് ഈ 2 പോസ്റ്റിലേക്കാണ്, അത് അറിഞ്ഞിരിക്കണം. അത് +2 കഴിഞ്ഞവർക്കും 10 കഴിഞ്ഞവർ. +2 കഴിഞ്ഞവർക്ക് SSR പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഫീൽഡാണ്. ഇതിൻ്റെ എന്താണ്, നമ്മുടെ ഈ നേവിയിലെ ഷിപ്പിൻ്റെയൊക്കെ ഓപ്പറേഷൻസും അതിൻ്റെ കുറേ കാര്യങ്ങൾ, അതിൻ്റെ വെപ്പൺസിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ, അതിൻ്റെ മിസൈൽസിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, അതിനെ ഓപ്പറേറ്റ് ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ള കാര്യമാണ് കേട്ടോ വരുന്നത്. അതാണ് SSR പോസ്റ്റ്. MR പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുക്കിംഗ് പോസ്റ്റാണ്. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റിവാർഡ് പോസ്റ്റ് എന്ന് നമ്മൾ പറയും. അതായത് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, ഫുഡ് സെർവ് ചെയ്യുക, അങ്ങനത്തെ ഷെഫ് ടൈപ്പ് പോസ്റ്റിംഗ് ആണ്, ഹൗസ് കീപ്പിംഗ് ടൈപ്പ് പോസ്റ്റിംഗ് ആണ് SSRലാണ്. നിങ്ങൾ മനസ്സിലാക്കുക, 10 എന്ന് പറയുന്ന ഒരു ലെവലിലാണ് നമ്മൾ പോകാൻ നിൽക്കുന്നതെങ്കിൽ നമ്മൾ കഷ്ടപ്പെടും. കാരണം 10 എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്, അത്രയും നമ്മൾ അങ്ങ് ചവിട്ടി അങ്ങനെ വിചാരിക്കരുത്. എന്ന് വെച്ചാൽ ഏറ്റവും ലോ പോസ്റ്റിൻ്റെ ആ ഒരു നെഗറ്റീവ്നെസ് അതിനുണ്ട്. ലോ പോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ കാണത്തുള്ളൂ. അതായത് സമയം +2 കൂടെ ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എന്താ ഒരു ടെക്നിക്കൽ ആയതുകൊണ്ട് കുറച്ച് നമ്മളുടെ അടുത്ത് ഒരു ഇത് കാണും കേട്ടോ. ആ ഒരു ഇത് മനസ്സിലാക്കണം, ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഡിഫറൻസ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇതിനൊക്കെ ചാടിക്കേറി അപ്ലൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ 10 ഉണ്ട്, +2 ഉണ്ട്. 10ൽ MR പോസ്റ്റും
സാലറി പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് നല്ലതൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഗ്നിവീർ വിളിക്കുമ്പോൾ എന്തായിട്ടാണ് വിളിക്കുന്നത്? വായു ഫോഴ്സ് എന്നാണ് പറഞ്ഞ് വിളിക്കുന്നത്. ഇന്ത്യൻ അഗ്നിവീർ വായു എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. വായുവിന്റെ കാര്യമായിട്ടാണ് പറഞ്ഞെടുക്കുന്നത് കേട്ടോ. അഗ്നിവീർ വായു എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. അതിലെന്താണ് ഇപ്പൊ വിളിച്ചിട്ടുള്ള നോൺ കോമ്പാറ്റന്റ് ഫീൽഡ് ആണ്. ഇതുപോലെ കോമ്പാറ്റന്റ് ഫീൽഡ് ഉണ്ട്. അതിലെന്തുണ്ട്? ഈ പറയുന്ന പോലെ ട്രേഡ്സ്മെൻ പോസ്റ്റുകളുണ്ട്, അതുപോലെ ഈ ജനറൽ ഡ്യൂട്ടികളുണ്ട്, ടെക്നിക്കൽ പോസ്റ്റ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് പോസ്റ്റിംഗ് വരുന്നുണ്ട്. ഇപ്പൊ വിളിച്ചത് ലേറ്റസ്റ്റ് വിളിച്ചത് നോൺ കോമ്പാറ്റന്റ് ഫീൽഡ് ആണ്. അത് ഏതിലാണ് വരുന്നത്? ഈ പറയുന്ന ഇന്ത്യൻ എയർഫോഴ്സിലാണ് നോൺ കോമ്പാറ്റന്റ് ബാറ്റിൽ ഫീൽഡ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇതിലാണെങ്കിൽ MR പോസ്റ്റിംഗ് ആണ്. ആ ഒരു നോൺ കോമ്പാറ്റന്റ് ഡയറക്ട്ലി അവർക്ക് എന്ത് ചെയ്യേണ്ട? വാറിൽ ഒരു ഫൈറ്റിലും ഇറങ്ങി തിരിക്കേണ്ട, ഒരു അറ്റാക്ക് വരുമെന്ന് പേടിക്കേണ്ട, സേഫ് ആണ്. അതാണ് മെയിൻ കാര്യം. സേഫ് ആണ്. ഇവരൊക്കെ എന്താണ് ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു സൈറ്റിലോ ഇൻഡസ്ട്രിയൽ സൈറ്റിലോ ആയിരിക്കും ഇവർക്ക് എന്ത് ചെയ്യുന്നത്? വർക്കിംഗ് വരുന്നത് കേട്ടോ. ഒരു സ്റ്റേഷൻ പരിധി വെച്ചിട്ടാണ് ഇവർക്ക് വർക്കിംഗ് വരുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇന്ത്യൻ ആർമി അഗ്നിവീർ വിളിക്കുമ്പോൾ ആർമിക്ക് എന്താണ്? ഇതിന് മൂന്നിനും 3 തരത്തിലാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാലേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് പറയാൻ പറ്റത്തുള്ളൂ. പലതിനും ഡിഫറൻറ്റ് ഫിസിക്കൽ ആയിരിക്കും, ഡിഫറൻറ്റ് ക്വാളിഫിക്കേഷൻ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാറി വരും കേട്ടോ. ആ ഒരു കാര്യം നമുക്ക് പിന്നെ പറയാൻ പറ്റും. പിന്നെ ഇനി വിളിക്കുന്നത് അഗ്നിവീർ എന്ന് പറഞ്ഞ ഒരു സംഭവം വരുമ്പോൾ വിളിക്കുന്ന കുറച്ച് ഡ്യൂട്ടികളുണ്ട്, അതായത് കുറച്ച് പോസ്റ്റുകളുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ ജനറൽ ഡ്യൂട്ടി. അത് ഈ 3 ഫോഴ്സിൽ ഒരുപോലെ വിളിക്കാറുണ്ട്. ജനറൽ ഡ്യൂട്ടി ഇൻ അഗ്നിവീർ ഇന്ത്യൻ നേവി, അഗ്നിവീർ വായു, അഗ്നിവീർ ആർമി എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. ജനറൽ ഡ്യൂട്ടി ഓൾ ആംസിലും വിളിക്കാറുണ്ട്. ഇല്ല, ഈ 3 ആംസിലും വിളിക്കാറുണ്ട്. ഇനി അഗ്നിവീർ എന്തുകൊണ്ട്? ടെക്നീഷ്യൻ ഫീൽഡ്, ടെക്നിക്കൽ ഫീൽഡ്, ഇതിനൊക്കെ സബ്ജക്റ്റുകൾ മാറും. ക്വാളിഫിക്കേഷൻ സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ, അതും മാറിയിരിക്കും കേട്ടോ. അതായത് നമുക്ക് 50% കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നാൽ മതി. നമ്മൾ 10ാം ക്ലാസ് ജയിച്ചാൽ മതി. 10ാം ക്ലാസ്സിൽ 50% മേളിൽ മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആ കാര്യം മനസ്സിലാക്കുക. പിന്നെ ടെക്നിക്കൽ ഫീൽഡ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സയൻസ് അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് ഇത്രയും സബ്ജക്റ്റ് നിങ്ങളുടെ +2ഓ 10ലോ നിങ്ങൾ പഠിച്ചിരിക്കണം. 10ലല്ല +2ൽ പഠിച്ചിരിക്കണം എന്നുള്ളൊരു കാര്യം, ഒരു ഡിമാൻഡ് അവിടെ പറയുന്നുണ്ട് ടെക്നിക്കൽ ഫീൽഡ് ആകുമ്പോൾ. കാരണം നിങ്ങൾ ഫിസിക്സിലെ കുറേ സംഭവങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമല്ലേ നിങ്ങൾക്ക് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് മസ്റ്റായിട്ട് പറയാറുണ്ട്. ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അഗ്നിവീറിന്റെ ട്രേഡ്സ്മെൻ പോസ്റ്റ്. ഈ ട്രേഡ്സ്മെൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10 പാസ്സായവർക്ക് പറ്റും. അതുപോലെ 8ാം ക്ലാസ് പാസ്സായവർക്ക് സെപ്പറേറ്റ് വിളിക്കാറുണ്ട്. 8 പാസ്സായവർക്കും 10 പാസ്സായവർക്കും കേട്ടോ. അതുപോലെ തന്നെ അഗ്നിവീറിന്റെ ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റ് ഉണ്ട്, സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ പോസ്റ്റ് ഉണ്ട്. ഈ സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ പോസ്റ്റും ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റ് ആർക്കാണ്? ഈ കൊമേഴ്സ് ഒക്കെ പഠിച്ചവർക്കുണ്ടല്ലോ. അപ്പോൾ അക്കൗണ്ടന്റ് സെക്ഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് പഠിച്ചവർക്കുള്ള ഒരു ചാൻസ് ആയിട്ടാണ് +2ന് കൊമേഴ്സ് ഒക്കെ എടുത്ത് പഠിച്ചവർക്ക്, അക്കൗണ്ടൻസി പഠിച്ചവർക്കുള്ള ഒരു ചാൻസ് ആയിട്ടാണ് ഏത് വരുന്നത്? ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ വിവിധ തരത്തിലുള്ള പോസ്റ്റുകളുണ്ട്. അതിങ്ങനെ വർഷങ്ങളിൽ വിളിക്കാറുണ്ട്. അതിൻ്റെ ഒരു ജനറൽ ബേസിസിലുള്ള ക്ലാസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഈ എയർഫോഴ്സിന്റെ ഈ ഒരു എക്സാം പാറ്റേൺ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സബ്ജക്റ്റുകൾ മനസ്സിലാക്കുക. ഏതൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇതിന്റെ ക്ലാസ്സുകളായിരിക്കും നമ്മൾ തരുന്നത്. ഈ ഒരു സബ്ജക്റ്റുകളുടെ ക്ലാസ് ആയിരിക്കും തരുന്നത്. അപ്പോൾ ഇത് ഹോൾ ഈ പറയുന്ന എല്ലാ ആംഡ് ഫോഴ്സിലേക്കും വേണ്ടിയുള്ള ഒരു ബേസിക് ഫൗണ്ടേഷൻ ക്ലാസ് ആയിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു കയറാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി, എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾക്ക് ഏത് ഫീൽഡാണോ വേണ്ടതെന്ന് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടോ, എയർമാൻ, അതായത് ഇപ്പോൾ ഇത് വിളിച്ചിരിക്കുന്നത് എയർഫോഴ്സിൻ്റെ പാറ്റേൺ കേട്ടോ. എയർഫോഴ്സിലാണെങ്കിൽ എന്തുകൊണ്ട്? ബേസിക്കലി നിങ്ങൾ സിലബസ് മനസ്സിലാക്കിയിരിക്കുക. ഇംഗ്ലീഷ് കാണും, മാത്സ് കാണും, ഫിസിക്സ്. ഇതിപ്പോൾ സയൻസ് പഠിച്ചവർക്കായിട്ട് വിളിക്കാറുണ്ട്. അതായത് സയൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. മാത്സ് പറഞ്ഞിരിക്കണം, ഫിസിക്സ് പറഞ്ഞിരിക്കണം, ഇംഗ്ലീഷ് എല്ലാത്തിലും ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഈ കണ്ടോ 20 മാർക്കിനൊക്കെ ചോദിക്കുന്നുള്ളൂ. അതാണ് വലിയ കാര്യം. 20 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളൂ. ചിലപ്പോൾ എന്താണ് 2 മാർക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ക്വസ്റ്റ്യൻ നല്ല ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിന് 2 മാർക്കും. പിന്നെ എന്താണ് 0.5 ആയിരിക്കും നെഗറ്റീവ് വരുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കും നെഗറ്റീവ്സ് ഒക്കെ വരുന്നത്. ഓരോ എക്സാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി അടുത്ത സയൻസ് അല്ലാതെ പഠിച്ചവർക്ക് എന്താണ് വേണ്ടത്? റീസണിങ്ങും ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും. മേജർലി നിങ്ങൾ മനസ്സിലാക്കുക, ഇംഗ്ലീഷ് എല്ലായിടത്തും ഉണ്ട്, GKയും എല്ലായിടത്തും ഉണ്ടെന്ന് മനസ്സിലാക്കുക. GK മസ്റ്റ് ആണ്. ഈ ടെക്നിക്കൽ ഫീൽഡ് പഠിച്ചവർക്ക് മാത്രമേ എന്തിൻ്റെ ആവശ്യമുള്ളൂ? ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞ ആവശ്യം വരുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഫിസിക്സും മാത്സും ഏതിന്? അതർ ദാൻ സയൻസ് പഠിച്ചവർക്ക് എന്താണ് ഈ പറയുന്ന പോലെ ഫിസിക്സും മാത്സും ഒക്കെ അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പം നിങ്ങൾ ഡിപ്ലോമ എങ്കിലും എടുത്ത് നിങ്ങൾ അതിൽ എന്ത് ചെയ്തിരിക്കണം? ഇപ്പം BTech പഠിച്ചവർക്കൊക്കെ എന്ത് ചെയ്യാം? ഇപ്പോൾ അവർ +2ന് ഇത് പഠിച്ചില്ലെങ്കിലും BTech പഠിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫിസിക്സോ BTech പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം? ഓട്ടോമാറ്റിക്കലി അപ്ലൈ ചെയ്യാം. അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഈ പറയുന്നത് കണ്ടോ, 70, 50 ടോട്ടൽ ഇപ്പോൾ എത്രയാണ്? 70 മാർക്കിന് വരാറുണ്ട്, 50 മാർക്കുണ്ട്, 100 മാർക്കുണ്ട്, ഇങ്ങനെയൊക്കെ വരാറുണ്ട്. ഏകദേശം അത്യാവശ്യം ഒരു കട്ട് ഓഫ് ഉണ്ടായാൽ മതി കേട്ടോ. ഇപ്പം 35 മാർക്ക് അല്ലെങ്കിൽ ഇപ്പം
ഒരു 80 മാർക്ക് 100-നൊക്കെ കിട്ടിയാലും പാസ്സാവുന്ന രീതിയിലുള്ള എക്സാമിനേഷൻസ് ആണ്. അതൊക്കെ ഓരോന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് കണ്ടോ, അഗ്നിവീറിൻ്റെ ആർമി ടെക്നിക്കൽ എക്സാമിനേഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്തൊക്കെ ഉണ്ട്? GK ഉണ്ട്, മാത്സ് ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി ആണുള്ളത്. അതായത് ടെക്നിക്കൽ ആണോ നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ നിങ്ങൾക്ക് സയൻസ് അറിഞ്ഞിരിക്കണം. ആ ഒരു പോയിന്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇംഗ്ലീഷ് എല്ലാത്തിനും ഉണ്ട്, മാത്സും എല്ലാത്തിനും ഉണ്ട്. ചോദിക്കുന്നത് വെറും 15-10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ ഇത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ ജയിക്കും. ആ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇതുകൊണ്ട് ഇന്ത്യൻ ആർമി അഗ്നിവീറിൻ്റെ നോർമൽ പാറ്റേൺ തന്നെയാണ് ഈ പറയുന്നത്. മാത്സ്, റീസണിങ്, സയൻസ്, GK. ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. നോർമലി നമ്മൾ SSC RRBക്ക് പഠിക്കുന്ന സെയിം സിലബസ്. GK, സയൻസ്, മാത്സ്, റീസണിങ്. ഇംഗ്ലീഷ് ഇതിലിപ്പോൾ എടുത്ത് പറയുന്നില്ല, പക്ഷേ ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് എടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ അവർ, പക്ഷേ ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുക. അപ്പം ഇതേ ലെവലിലുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അഗ്നി ബാച്ച് പോകുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പ്രിപ്പയർ ആയിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യം അവിടെ മനസ്സിലാക്കുക. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സബ്ജക്ട്സുകൾ എടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് എക്സാം ആണോ ഇപ്പം വരാൻ പോകുന്നത് അത് മനസ്സിലാക്കി വേണം നിങ്ങളുടെ എന്ത് ചെയ്യുക, സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് നമ്മുടെ അഗ്നി ബാച്ചിന് എല്ലാവിധ സപ്പോർട്ടും തന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, കൂടെ ഉണ്ടാവണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്